സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമാവുന്ന തെരഞ്ഞെടുപ്പായി ഈ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറുകയാണ്. എല്ലാ ജില്ലാ കമ്മിറ്റികളോടും തെരഞ്ഞെടുപ്പിന് സജ്ജമാവുവാൻ തൃശൂർ, പാലക്കാട് ജില്ലാ കമ്മിറ്റികൾക്കുള്ള നിർദ്ദേശം CPM സംസ്ഥാന നേതൃത്വം കൈമാറിക്കഴിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച ഇത് സംബന്ധിച്ച പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് നീക്കം. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നതടക്കമുള്ള പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ മുന്നണികൾ കോപ്പുകൂട്ടുന്നത് എന്ത് തരം രാഷ്ട്രീയ പോരിനാണ്? അഭിമാന പോരാട്ടമായി ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഇടമായി ഇത് മാറുമ്പോൾ എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട സാഹചര്യം എന്നുകൂടി പരിശോധിക്കാം. BJP VV വിനോദ് നമുക്കൊപ്പം. വിനോദ്, പാലക്കാട് 2ാം സ്ഥാനത്ത് വരുന്നതാണ് BJP. ഈ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം രാഷ്ട്രീയ സാധ്യത BJPക്ക് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആരെ പരിഗണിക്കുമെന്ന ചോദ്യം BJPയിൽ ഉയരുന്നുണ്ടോ? ശോഭാ സുരേന്ദ്രൻ പോലുള്ള പേരുകൾ നമുക്ക് പ്രതീക്ഷിക്കാമോ? സൈത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ, വയനാട് ലോക്സഭയിലേക്കും 2 അസംബ്ലി മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ. ഇതിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് BJPയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളത്. അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ്. നേമത്തിൽ നിന്ന് O രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തിയ ചരിത്രം, അതിനുശേഷം സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയ സാഹചര്യം, പാർലമെന്റിലും നിയമസഭയിലും താമര വിരിയിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ. അതിനപ്പുറത്തേക്ക് ഇനി എന്ത് നേട്ടം കൊയ്യാം എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. വടകരയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് പാലക്കാട് ആണ് എന്നതാണ്. കാരണം ഷാഫി പറമ്പിൽ പാലക്കാട്ട് നിന്ന് വടകരയിലേക്ക് വരുമ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. എന്തിന് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന ചോദ്യമാണ് പ്രധാനമായും ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നത്. അതേസമയം ഇപ്പോഴത്തെ സാഹചര്യം ഉൾപ്പെടെ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത്, തൃശൂർ പൂരം അലങ്കോലമായത്, ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, ഇതെല്ലാം ചേർത്തുകൊണ്ട് UDF ക്യാമ്പ് തുടക്കത്തിൽ തന്നെ അവരുടെ പ്രചരണം ആരംഭിക്കുന്നത്. BJPയും CPMഉം ഒത്തുകളിക്കുന്നു. പാലക്കാട് ഒരു സീറ്റ് BJPക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള CPMന്റെ അണിയറ പ്രവർത്തനം നടക്കുന്നു എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന, വിവാദങ്ങൾ ഉണ്ടാകാൻ പോകുന്ന, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പാലക്കാടാണ്. അവിടെ C കൃഷ്ണകുമാർ നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയതാണ്. നേരത്തെ മലമ്പുഴയിൽ 2ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥിയാണ്. ശക്തനായ BJPയുടെ ഒരു പ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ പേരിന് തന്നെയാണ് വലിയ പ്രാമുഖ്യം നൽകുന്നത് BJP ക്യാമ്പുകൾ. അതേസമയം E ശ്രീധരൻ നേരത്തെ മത്സരിച്ച ചരിത്രമുണ്ട്. അദ്ദേഹം മെട്രോമാനെ അവിടെ ഇറക്കി ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വരെ ഒരു പ്രചരണം നൽകിക്കൊണ്ട് BJP അവരുടെ ക്യാമ്പുകൾ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയും ജനങ്ങളെ, വോട്ടർമാരെ സമീപിക്കുകയും ചെയ്ത ചരിത്രമുണ്ട്. അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കുള്ള ചർച്ചകൾ അതും നടക്കുന്നുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഈ തരത്തിലുള്ള ചർച്ചകൾ ഒരു ഘട്ടത്തിൽ ഉണ്ടായതാണ്. അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇവിടേക്ക് വരുമെന്നുള്ള ചർച്ച, ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ വരികയും അദ്ദേഹം 15,000 വോട്ടിന് മാത്രമാണ് തിരുവനന്തപുരത്ത് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായത്. തീപാറുന്ന ഒരു പോരാട്ടം തന്നെ തിരുവനന്തപുരത്ത് നടന്നു, തൃശൂരിൽ നടന്നു. അതിനപ്പുറത്തേക്ക് അസംബ്ലി സീറ്റുകൾ പരിശോധിക്കുമ്പോൾ BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരിടമാണ് പാലക്കാട്. അവിടെ ഇപ്പോൾ C കൃഷ്ണകുമാറിന്റെ പേരാണ് കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത്. നേരത്തെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിച്ചിട്ടുള്ള, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മുഖങ്ങൾ വന്നിട്ടുള്ള ജില്ലയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് വേരോട്ടമുള്ള ഒരിടം. അവിടെ ചില അന്തർനാടകങ്ങൾ കൂടി നടക്കുന്നു. അതായത് BJP അവരുടെ സ്വന്തം ശേഷിയിൽ മത്സരിച്ച് ജയിക്കാനുള്ള പോരാട്ടമല്ല, അതിനപ്പുറത്തേക്ക് ചില പിന്തുണകൾ കൂടി നടക്കുന്നു. അതിന് 2 മുന്നണികളും പരസ്പരം പഴിചാരുന്ന സാഹചര്യമാണ്. എന്തിന് ഷാഫി പറമ്പിലിനെ മാറ്റിയെന്ന ചോദ്യം ഒരു വശത്ത് ഉയരുമ്പോൾ, മറ്റ് ഇപ്പോഴത്തെ ഈ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ അത് BJPയുമായി ചേർന്ന് CPM നാടകം കളിക്കുന്നു. മുഖ്യമന്ത്രി കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി BJPക്ക് സ്പേസ് ഉണ്ടാക്കുന്നു. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് അതിന്റെ അവസാനത്തെ ഉദാഹരണമായി പറയുന്നു. ഈ തരത്തിൽ ഒരുപക്ഷെ ചേലക്കരയേക്കാൾ, വയനാടിനേക്കാൾ വലിയ തരത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരിടം പാലക്കാടായിരിക്കും. വയനാട് നമുക്കറിയാം, ഇപ്പോൾ K സുരേന്ദ്രൻ വലിയ തോതിൽ വോട്ട് ശതമാനം ഉയർത്തിയ ഒരിടമാണ്. എങ്കിലും അത് UDFന്റെ ഒരു ഉറച്ച കോട്ട തന്നെയാണ്. അവിടെ UDFന് തൽക്കാലം ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് UDF ക്യാമ്പിനുള്ളത്. അത്രയും ശക്തമായി രാഹുൽ ഗാന്ധി തുടർച്ചയായി വിജയിച്ച മണ്ഡലം, അവിടെ അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടില്ല, അത് കൈമോശം വരില്ല എന്ന ഉറച്ച വിശ്വാസം UDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നു. ചേലക്കരയിൽ ഈ പറഞ്ഞതുപോലെ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താത്ത ഒരിടമാണ്. ഏതായിരുന്നാലും പാലക്കാട് ശ്രദ്ധാകേന്ദ്രമാകും എന്നത് ഉറപ്പാണ്. സൈക്കിൾ
യെസ്, അതാണ് സാഹചര്യം. അരുണും ഒപ്പം വിനോദും